ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ തീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പുട്ട് സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ പൊടിയൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പുട്ടിനുള്ള മസാല തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് താളിക്കാനായിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരാറായി. നമ്മുടെ കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ സവാളയും 1 കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതുപോലെ തന്നെ 1 കഷ്ണം ബീറ്റ്റൂട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിൽ പച്ചക്കറികൾ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന ഒരു പരുവം. അല്ലാതെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കും പോലെ ഇതങ്ങനെ കംപ്ലീറ്റ്ലി കുക്കായി വരണ്ട. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ പുട്ടിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഈ മസാലക്കൂട്ടിൽ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചതച്ച മുളക് ചേർക്കുന്നതുകൊണ്ടാണ് കടുവറുത്ത സമയത്ത് നമ്മുടെ ഉണക്കമുളക് പൊട്ടിക്കാതിരുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തിപ്പോൾ ആഡ് ആക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ആക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത പൊടികളുടെ ഒരു ചതച്ച മുളകിൻ്റെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടിക്കകത്തോട്ട് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പുട്ട് കഴിക്കാൻ കറിയുടെ ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. അപ്പം ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടിക്കകത്തോ അല്ലെങ്കിൽ റവ പുട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ മസാല ഉണ്ടാക്കിയിട്ട് ആഡാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് പുട്ടിന് നനച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ ഞാൻ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് ആവി കയറ്റി എടുക്കാം. നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഞാനിപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പൊടി കുറേശ്ശെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫൈനലി മാത്രമാണ് ഇനി തേങ്ങ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഞാൻ പുട്ടുപൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മുകളിലും കൂടെ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ പുട്ട് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെയും നന്ദി, നമസ്കാരം.